മെസ്സി കേരളത്തിൽ എത്തുന്നതിൽ വീണ്ടും ആശയക്കുഴപ്പം. ഗോഡ് ടൂർ എന്ന പേരിൽ മെസ്സിയുടെ ഭാരത പര്യടനത്തിൽ കേരളം ഇല്ല. ഡിസംബർ 13 മുതൽ 15 വരെയാണ് മിശിഹായുടെ ഭാരത സന്ദർശനം. ഡിസംബർ 14 മുംബൈയിൽ മെസ്സി എത്തുമെന്ന് മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ദേവേന്ദ്ര ഫട്നാവിസ് വ്യക്തമാക്കിയിട്ടുണ്ട്. എന്നാൽ മെസ്സി കേരളത്തിൽ എത്തുന്നത് സംബന്ധിച്ച കാര്യത്തിൽ ഇതുവരെ സ്ഥിരീകരണമായിട്ടില്ല. വിവരങ്ങളുമായി ശ്യാം ബാബു കൊറോത്ത് ചേരുന്നു. ശ്യാം, ഇവിടെ വലിയ നിലയിലുള്ള പ്രചാരണമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് മെസ്സി കേരളത്തിലേക്ക് എത്തുന്നു എന്നുള്ളത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ടൂർ ചാർട്ട് നോക്കുമ്പോൾ അതിൽ കേരളമില്ല എന്നുള്ള കാര്യം ഏതാണ്ട് ഉറപ്പിക്കാൻ കഴിയുന്നു. അപ്പോൾ അദ്ദേഹം കേരളത്തിലെത്തില്ല എന്നുള്ള കാര്യം നമുക്ക് ഇപ്പോൾ ഉറപ്പിച്ച് പറയാൻ കഴിയുമോ ശ്യാം ബാബു? വിനോദ്, ഇത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആശയക്കുഴപ്പം. കാരണം സർക്കാരും ഒപ്പം തന്നെ സ്വകാര്യ മാധ്യമ മുതലാളിയൊക്കെ വലിയ രീതിയിൽ തന്നെ കൊട്ടിഘോഷിച്ചുകൊണ്ട് അവകാശപ്പെടുന്നത് നവംബറിൽ മെസ്സി ഫുട്ബോളിന്റെ മിശിഹ കേരളത്തിലെത്തും. കൊച്ചിയിൽ അദ്ദേഹം സൗഹൃദ മത്സരത്തിൽ, അതായത് അർജന്റീന ടീമും ഓസ്ട്രേലിയൻ ടീമും തമ്മിലുള്ള സൗഹൃദ മത്സരത്തിൽ അദ്ദേഹം ബൂട്ടണിയും എന്ന രീതിയിലുള്ള അവകാശവാദങ്ങളൊക്കെയാണ് മുന്നോട്ട് വരുന്നത്. പക്ഷേ ഒരു കാര്യം വ്യക്തമാണ്, അർജന്റീനൻ ടീം കേരളത്തിൽ വരുന്നുണ്ട്. പക്ഷെ അതിൽ മെസ്സി ഉണ്ടാകുമോ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. അക്കാര്യത്തിൽ ഒരു വ്യക്തത ഇനിയും തരാൻ അർജന്റീനിയൻ ടീമിന്റെ ഭാഗത്തു നിന്നോ അതോ സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്നോ ഒരു കൃത്യമായ സ്ഥിരീകരണം ഇതുമായി ബന്ധപ്പെട്ട് വന്നിട്ടില്ല എന്നതാണ് ഇവിടെ എടുത്തു പറയേണ്ടത്. അതിനിടെയാണ് ഇന്ന് രാവിലെ കൃത്യമായി തന്നെ നേരത്തെ തന്നെ മറഡോണ ഉൾപ്പെടെയുള്ള പെലെ ഉൾപ്പെടെയുള്ള ഫുട്ബോൾ ഇതിഹാസങ്ങളെ താരങ്ങളെയൊക്കെ ഭാരതത്തിൽ എത്തിച്ച പ്രധാനപ്പെട്ട അതിന് കോർഡിനേഷൻ വഹിച്ച സദാത്രു ദത്തയുടെ ഒരു കൃത്യമായി തന്നെ അദ്ദേഹത്തിന്റെ പേരിൽ ഒരു പോസ്റ്ററുകൾ ഇന്ന് രാവിലെ തൊട്ട് സമൂഹ മാധ്യമങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ട്. അതിൽ കൃത്യമായി തന്നെ പറയുന്നുണ്ട്, അതായത് മെസ്സി ഭാരതത്തിൽ വരുന്നുണ്ട്, ഭാരതത്തിലെ പര്യടനം കൃത്യമായി തന്നെ അത് സ്ഥിരീകരണം ലഭിച്ച ഒരു കാര്യമാണ്. ഡിസംബർ 13 എത്തുന്ന അദ്ദേഹം ആദ്യം കൊൽക്കത്തയിൽ പോകുന്നു, 14 അദ്ദേഹം മുംബൈയിൽ എത്തുന്നു, 15 അദ്ദേഹം തിരിച്ച് ഡൽഹിയിൽ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ പരിപാടിയിൽ പങ്കെടുക്കുന്നുണ്ട്. വിവിധ താരങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്, കൗമാരക്കാരായ ഫുട്ബോൾ താരങ്ങളുമായി അദ്ദേഹം സംവദിക്കുന്നുണ്ട്, സ്പോൺസർമാരുമായിട്ടുള്ള പ്രത്യേകം പരിപാടികൾ, അങ്ങനെ വിപുലമായ രീതിയിൽ തന്നെ തയ്യാറാക്കിയ ഒരു പര്യടനം തന്നെ, അതിന്റെ പ്രോഗ്രാം ടെക്ക് തന്നെയാണ് നമുക്ക് ലഭിക്കുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഫുട്ബോൾ ആരാധകരെ, വിശേഷിച്ച് കേരളത്തിലെ ഫുട്ബോൾ ആരാധകരെ വലിയ രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്നത് ആ പ്ലാനിൽ കേരളത്തിന്റെ പേരോ കൊച്ചിയോ, വിശേഷിച്ച് കൊച്ചിയോ ഒന്നും തന്നെ ഇടം പിടിക്കുന്നില്ല എന്നതാണ്. അവിടെയാണ് രണ്ട് പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ. ഒന്ന്, നവംബറിൽ കേരളത്തിൽ വരുന്ന മെസ്സിയും കൂട്ടരും, അല്ലെങ്കിൽ അർജന്റീൻ ടീം എന്തായാലും ഇവിടെ എത്തുന്നുണ്ട്, പക്ഷേ മെസ്സിയെ പോലെയുള്ള പ്രധാന താരങ്ങൾ നവംബറിൽ എത്തുന്നുണ്ടെങ്കിൽ അവർ പിന്നീട് വീണ്ടും ഡിസംബറിൽ ഈ ഒരു പര്യടനത്തിനായി വീണ്ടും ഇന്ത്യയിലേക്ക്, ഭാരതത്തിലേക്ക് വരുമോ എന്നൊരു ചോദ്യമാണ് ആദ്യത്തെ ചോദ്യം. രണ്ടാമത്തെ കാര്യം, ഇത്തരത്തിലൊന്നും ഉറപ്പിച്ച് പറയാൻ സംസ്ഥാന സർക്കാരിനോ കായിക മന്ത്രി വി അബ്ദുറഹ്മാനോ അല്ലെങ്കിൽ മറ്റു സ്വകാര്യ വ്യക്തികൾക്കോ സാധിക്കുന്നുണ്ടോ എന്നതാണ് രണ്ടാമത്തെ പോയിന്റ്. എന്തായാലും അർജന്റീന ടീമിന്റെ മാനേജർ കേരളത്തിൽ എത്തി കാര്യങ്ങൾ കൃത്യമായി തന്നെ വിലയിരുത്തുന്നുണ്ട്. കാരണം അർജന്റീന ടീം ഇവിടെ എത്തുന്നുണ്ട്, പക്ഷെ അതിൽ മെസ്സി അടക്കമുള്ള അന്ന് ഖത്തർ ലോകകപ്പ് ഉയർത്തിയ ടീമിലെ പ്രമുഖ താരങ്ങൾ അവർ ആ സമയത്ത് കേരളത്തിൽ ഉണ്ടാകുമോ എന്നതാണ് ഇപ്പോഴും ആശയക്കുഴപ്പം തുടരുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. വിശേഷിച്ച് സദാത്രു ദത്തയെ പോലെയുള്ള ഒരാളാണ് ഇത് ഈ രീതിയിൽ ഡിസംബർ 13 മുതൽ 15 വരെയാണ് ഫുട്ബോളിന്റെ മിശിഹ ഭാരതത്തിൽ എത്തുന്നത് എന്ന് വളരെ ഔദ്യോഗികമായി തന്നെ പറയുമ്പോൾ ഇതിൽ ഒരു വ്യക്തത വരുത്തേണ്ടത് സംസ്ഥാന സർക്കാർ തന്നെയാണ്. അല്ലെങ്കിൽ ഒരുപക്ഷെ ഒരു തെറ്റിദ്ധരിപ്പിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണോ നടക്കുന്നത് എന്നൊരു സംശയം ആരാധകർക്ക്, വിശേഷിച്ച് മെസ്സിയുടെ ആരാധകർക്ക് ഉണ്ടാകും. അത് അനുവദിക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള ചില വിമർശനങ്ങൾ വരുന്നുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഒരു വ്യക്തത വൈകുന്നേരത്തിനും കൂടി ലഭിക്കുമെന്നാണ് പറയുന്നത്. ഒരു കാര്യം വ്യക്തമാണ്, മെസ്സി വരുന്നുണ്ടെങ്കിൽ, ഫുട്ബോൾ ഇതിഹാസം ഫുട്ബോൾ മിശിഹ മെസ്സി കേരളത്തിൽ വരുന്നുണ്ടെങ്കിൽ അത് ഉറപ്പിച്ചു പറയാനുള്ള ഒരു സാധ്യത ഇന്ന് ഉണ്ടാകും എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ തെറ്റിദ്ധരിക്കുന്ന രീതിയിലാണ് എന്ന് നമുക്ക് അനുമാനിക്കേണ്ടി വരും. വിനോദ്, വ്യക്തമാണ്. മെസ്സിയുടെ ഭാരത സന്ദർശനത്തിൻ്റെ തീയതികൾ പ്രഖ്യാപിച്ചെങ്കിലും അതിൻ്റെ ചാർട്ടായെങ്കിലും ആ സന്ദർശന പട്ടികയിൽ കേരളം ഉൾപ്പെടുന്നില്ല എന്നുള്ള വളരെ നിർണായകമായ വിവരങ്ങളാണ് ശ്യാം ബാബു കൊറോത്ത് പങ്കുവച്ചത്.